പക്ഷേ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അതെ അതെ ശരിയാണ്. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സന്തോഷം. നമ്മുടെ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട് അഹമ്മദ് മാഷ് അവിടെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു ഗ്യാപ്പ് എടുത്തു, മാഷ് ഒരു ബ്രേക്ക് എടുത്തു. അപ്പോൾ ഇനി സ്ഥിരമായിട്ട് മാഷ് നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ മാഷെ എനിക്കൊരു സംശയം, ഒരു പ്രദേശത്ത് മുസ്ലിമുകൾ കൂടുതലാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കൾ കൂടുതലാണ്, ക്രിസ്ത്യാനികൾ കൂടുതലാണ്, ഭൂരിപക്ഷം അവരാണ്, ഹിന്ദു, ക്രിസ്ത്യൻ ഓർ മുസ്ലിം. അങ്ങനെ വരുമ്പോൾ മറ്റ് സമുദായക്കാർ ആ ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. അതാത് പ്രദേശത്തെ ന്യൂനപക്ഷങ്ങൾ അല്ലേ, ഒരു 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 കാരണവശാലും പാടില്ലാത്തൊരു സംഗതിയല്ലേ. കാരണം നമ്മുടെ ഭരണഘടന അതൊന്നും പറയുന്നില്ല, രാജ്യത്തെ നിയമം അതല്ല. എല്ലാ മനുഷ്യർക്കും ഒരേ അവകാശമല്ലേ അല്ലേ? അത് ആർക്ക് ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നൊന്നും ഒരു ഇഷ്യൂ. പക്ഷേ നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ കാണുന്നുണ്ട്, ഈ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്തുകൂടി ഹിന്ദുക്കളുടെ ഘോഷയാത്ര പോകാൻ പാടില്ല, ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ളിടത്ത് മുസ്ലിങ്ങളുടെ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കലാപങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു. ഒരുപാട് മാറിയും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ ഗവൺമെൻറ് ഒരു കാലത്ത് വർഗീയ കലാപങ്ങളുടെ ഒരു കാരണം അതായിരുന്നല്ലോ. നോർത്ത് ഇന്ത്യയിലെ പല നഗരങ്ങളും വർഗീയ കലാപത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്നു. എനിക്ക് തോന്നുന്നു മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ആ ഒരു ട്രെൻഡൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ മാഷിപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത്, നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ കാര്യം. കാസർഗോഡ് ജില്ല കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് എന്ന് പറയുന്ന സ്ഥലം, മാഷ്ക്കറിയാവുന്ന സ്ഥലമാണ്. അറിയാം. അവിടെ ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊരു സ്കൂളുണ്ട്. ലിറ്റിൽ ഫ്ലവർ അപ്പോൾ സഭയുടെ സ്കൂളാവാം, കോൺവെൻറ്റ് സ്കൂളാണ്, ക്രൈസ്തവ സഭ നടത്തുന്ന സ്കൂളാണ്. അവിടെ എല്ലാ വർഷവും കുട്ടികൾക്ക് ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കും. ഐഡൻറ്റിറ്റി കാർഡിന് 2 വശം ഉണ്ടല്ലോ, അകവും പുറമുണ്ട്. മുൻഭാഗത്ത് കുട്ടിയുടെ ഫോട്ടോ, കുട്ടിയുടെ ക്ലാസ്, ഡിവിഷൻ ഇതൊക്കെ ഉണ്ടാവും. അതിൻ്റെ മറുവശത്ത് അവരവരുടെ വിശുദ്ധയായ ഒരു മാതാവിൻ്റെ പടം പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിലുള്ള സ്കൂളുകളിൽ ഗുരുദേവൻ്റെ ചിത്രം വെക്കാറുണ്ട്, മന്നത്ത് പത്മനാഭൻ്റെ പടം വെക്കാറുണ്ട്, അറബി വാചകങ്ങൾ എഴുതിയിട്ടുള്ള കാർഡുകൾ കൊടുക്കുന്ന സ്കൂളുകളുണ്ട്, എറണാകുളത്തുണ്ട്. പല ക്രൈസ്തവ സ്കൂളുകളിലും ഇതുപോലെ അവരുടെ ഇപ്പം അൽഫോൺസ് സാമ്മയുടെ ചിത്രം അതുമായി ബന്ധപ്പെട്ട സ്കൂളിൽ അങ്ങനെ കൊടുക്കാറുണ്ട്. അതൊരു തെറ്റാണോ? പക്ഷേ ഈ സ്കൂളിലേക്ക് ഒരു സംഘം ആളുകൾ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ട് ഇരച്ചെത്തിയിട്ട് പറയുന്നു, ഇതിവിടെ പറ്റത്തില്ല, ഞങ്ങളവിടെ ഭൂരിപക്ഷം, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഭൂരിപക്ഷവും ഞങ്ങളുടെ കുട്ടികളാണ്, നിങ്ങളിതൊന്നും ഇവിടെ വെക്കാൻ പാടില്ല, ഇത്തരം കാർഡുകളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതെന്ത് നീതിയാണ്? ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു സ്കൂളിന് അവരുടെ വിശ്വാസം ഇതൊക്കെ പ്രചരിപ്പിക്കാൻ കൂടെയുള്ള അവകാശമുണ്ട്. മുസ്ലിങ്ങൾക്കും ഉണ്ട്, ക്രിസ്ത്യാനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇനിയിപ്പോൾ ഈ പല സ്ഥാപനങ്ങളിലും വിശുദ്ധരുടെ ഗ്രോട്ടോകൾ വെക്കാറുണ്ട്. ഇപ്പം ഭാരതീയ വിദ്യാഭവൻ്റെ സ്കൂളുകളിൽ പോയ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠ ഉണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമയുണ്ട്. ഇതൊന്നും ഞങ്ങൾ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമുള്ള സ്ഥലത്താണ് വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ കേരളം വടക്കേ ഇന്ത്യ മാഷ് പറഞ്ഞ പോലെ മാറിയപ്പോൾ കേരളം ആ തരത്തിലേക്ക് ഒരു താലിബാനിസത്തിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് കേരളം അത് വലിയ ആശങ്കയോടെ കാണേണ്ട ഒരു കാഴ്ചയാണ്. കാരണം കേരളം പണ്ടും ഈ ഒരു കാലത്തും ഈ ഒരു വർഗീയമായ ഒരു ചെരിതിരിവിലേക്ക് പോയൊരു നാടല്ലല്ലോ. മാത്രമല്ല കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും ഒരു തലമുറയ്ക്ക് മുമ്പ് അക്ഷരം പഠിച്ചത് മിക്കവാറും കോൺവെൻറ്റ് സ്കൂളുകളിൽ നിന്നാണ്. പിന്നെയാണ് ഇപ്പോൾ ഈ SNDP ആയാലും സംഭാവന വളരെ വലുതാണ്, വളരെ വലുതാണ്. വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും ആരോഗ്യ മേഖലയിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സംസ്കാരം വളരെ അവരുടെ സംഭാവന വളരെ കൂടുതലാണ്, വളരെ വലുതാണ്. വലിയ ആദരവോടെയാണ് അവരെ കേരളം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഒരിക്കലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇപ്പോൾ എല്ലാ കോൺവെൻറ്റ് സ്കൂളുകളുടെയും മുറ്റത്ത് ഒരു ചാപ്പലോ എന്തെങ്കിലും അല്ല, ഇന്ന് ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ നാളെ ചാപ്പൽ പറ്റില്ല എന്ന് പറയും. മാത്രമല്ല ആ ഐഡന്റിറ്റി കാർഡിലൊക്കെ എല്ലാ കാലത്തും ഇത്തരം ചിത്രങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടായിരുന്നു, ഈ സ്കൂളിലും കാലങ്ങളായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇത് ആരുടേതാണ്? ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആലോചിച്ച് നോക്കൂ, ഒരു അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഒരു അന്യഭാഷയുടെ സംസ്കാരം പഠിച്ച് ആ ഭാഷ പഠിച്ച് അന്യഭാഷയ്ക്ക് നിഘണ്ടു ഉണ്ടാക്കി, അവർക്ക് ഒട്ടും പരിചയമില്ലാത്ത സംസ്കൃതം പോലുള്ള ഭാഷ പഠിച്ച് ആ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞ് ഗുണ്ടർട്ടിൻ്റെയും കുര്യാക്കോസ് മാഷിൻ്റെയൊക്കെ കാര്യം ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്തൊരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി അവരുടെ ഒരു ദേവൻ്റെയോ മീൻസ് ഒരു പുണ്യവാളൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശുദ്ധ മാതാവിൻ്റെയോ ഒരു ചിത്രം കണ്ടതുകൊണ്ട് ഒരു കാലത്തും മലയാളിക്കൊന്നും പറ്റിയിട്ടില്ല. അവിടെയൊക്കെ പഠിച്ചു വന്നത് എല്ലാ ജാതിക്കാരുമാണ്, എല്ലാ മതക്കാരുമാണ്. ഇത് ഇപ്പോൾ ഒരു വലിയ അപകടത്തിൻ്റെ അവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് ഈ ചിത്രങ്ങളെ ഭയപ്പെടുക പുതിയ കാലത്ത് ട്രെൻഡാണല്ലോ. ഇപ്പോൾ മന്ത്രി പി പ്രസാദിന് രാജ്ഭവൻ്റെ അകത്ത് ഒരു ഭാരതമാതാവിൻ്റെ ചിത്രം കണ്ടപ്പോൾ ഇദ്ദേഹം വല്ലാതെ ബേജാറാവുന്നു, വിരളിയെടുക്കുന്നു.
സത്യത്തിൽ അത് ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ അത് പരിസ്ഥിതി ദിനം കൂടിയാണ്. ഭാരതത്തിൻ്റെ ദേവീ സങ്കല്പം എന്ന് പറയുന്നത് പ്രകൃതിയാണ് ആ സങ്കല്പം, സ്ത്രീ ദൈവമല്ലല്ലോ. അതുകൊണ്ട് ഒരു ദേവീ ചിത്രത്തെ ഭാരതാംബയുടെ ചിത്രത്തെ മുൻനിർത്തിയിട്ട് പ്രകൃതിയെക്കുറിച്ച് വാനോളം സംസാരിക്കാമായിരുന്ന ഒരു കോണ്ടസ്റ്റാണത്. അതിന് പകരം ഇത് ഭാരതാംബ, ഇത് ഞങ്ങളുടെ അല്ല, ഇത് അവൻ്റെയാണ്, ചിത്രങ്ങൾക്ക് അപരത്വം കൽപ്പിക്കുക. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ദൈവങ്ങളുടെയും ചിത്രം നമ്മുടെ രാജാരവിവർമ്മ വരച്ചുണ്ടാക്കിയ സങ്കല്പം വളരെ പവിത്രവും അനാദിയുമായിരിക്കും. പക്ഷെ ഒരു ദൃശ്യരൂപം, ഒരു മൂർത്തരൂപം അതിനുണ്ടാക്കുന്ന ഒരു കലാകാരനായിരിക്കുമല്ലോ. അങ്ങനെ കണ്ടാൽ പോരെ അതിനെ? നമ്മുടെ മനസ്സല്ലേ പ്രധാനം, നമ്മുടെ സങ്കല്പമല്ലേ പ്രധാനം. ഇതിലിപ്പോൾ വിശുദ്ധ മാതാവ് എന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാജ്യത്തെ മനുഷ്യരെ എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ എത്യോപ്യയിൽ ഒരിക്കൽ ഞാൻ ഒരു പര്യടനത്തിന് ചെന്നപ്പോൾ അതുവരെ എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് സ്റ്റേറ്റിൽ നിന്നാണല്ലോ, ഇന്ത്യക്കാരുണ്ട്, കുറേ പേര്, ഇന്ത്യക്കാരുണ്ട് അല്ലാത്തവരുണ്ട്. ഐ ആം ഫ്രം കേരള എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്താ കാരണം എന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ആർ യു ഫ്രം കേരള? യു മീൻ റിയലി കേരള എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്താ കാര്യം എന്നറിയോ? ഇവരെ പഠിപ്പിച്ച ടീച്ചർ പണ്ട് ഈ കേരളത്തിൽ നിന്ന് പോയ ഏതോ ഒരു ടീച്ചറാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതല്ലേ വിദ്യ എന്ന് പറഞ്ഞതിൻ്റെ വില അറിയല്ലേ. എൻ്റെ പേര് ചോദിച്ചിട്ടില്ല, ആകെ ചോദിച്ചത് എവിടുന്നാണെന്ന്. കേരളം എന്ന് പറയുമ്പോൾ അവരെ ആദരിക്കുകയാണ്. അവരെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനുള്ള ആദരവാണ് എനിക്ക് തരുന്നത്. ഇതല്ലേ അക്ഷരത്തോട് കാണിക്കേണ്ടത്? നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഹോസ്ദുർഗിലല്ല, എവിടെയാവട്ടെ, ഹോസ്ദുർഗിലോ മലപ്പുറത്തോ എവിടെയാവട്ടെ, നമ്മുടെ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്ന ഒരു സ്കൂള്, ആ സ്കൂളിൻ്റെ ചിത്രം, ആ സ്കൂളിൻ്റെ ID കാർഡിൻ്റെ പുറകിലാവട്ടെ, ഇനിയിപ്പോൾ ഫ്രണ്ടിലാണെന്ന് വെച്ചോളൂ. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും സാറ് പറഞ്ഞ പോലെ ഖുർആൻ വാക്യങ്ങൾ അച്ചടിച്ചു കൊടുക്കുന്ന ID കാർഡുകൾ ഉണ്ടല്ലോ. ആവാന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ ആവട്ടെ. ഇത് എല്ലാവർക്കും മൗലികമായി കൊടുക്കാനുള്ള മെസ്സേജ് ഒന്നാണ്. മെസ്സേജ് അങ്ങനെയാണല്ലോ. നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് നേടുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആനിലെ ആദ്യത്തെ വാക്യം വായിക്കുക, പഠിക്കുക എന്നാണല്ലോ. ആ സന്ദേശം അവർ പറയട്ടെ. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എവിടെ പോയാൽ ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് നേടുക എന്ന് പറഞ്ഞാൽ ഒറ്റ ഇസ്ലാമും ഇല്ലല്ലോ അന്ന് ചൈനയിൽ. അതിൻ്റെ അർത്ഥം എന്താ? ഏത് കോൺവെൻറ്റ് സ്കൂളിൽ പോയിട്ടെങ്കിലും നിങ്ങൾ അറിവ് നേടുക, നിങ്ങൾക്ക് അറിവ് തരുന്നവനെ ഉസ്താദ് എന്ന് വിളിക്കുക, അവനെ ദൈവതുല്യമായി ആദരിക്കുക. ഇപ്പോൾ അറിവ് തരുന്ന സ്ഥലമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിൽ ചെയ്യാൻ പാടില്ല. നിലക്ക് നിർത്തണം സാറേ, അടിച്ചമർത്തണം ഏത് സർക്കാരും. ഞാൻ പറയുന്നത് അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആസാമിലെ ഒരു കാര്യം സാർ കണ്ടോ? ഞാൻ അതിനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ അദ്ദേഹം ചെയ്തൊരു പണി എന്താണെന്നറിയോ? അവിടെ ഈ ബംഗ്ലാദേശിനോട് ചേർന്നൊരു ജില്ലയുണ്ട്. ആ ജില്ലയിൽ പണ്ട് നമ്മൾ കേട്ട് മറന്ന ഒരു കെട്ട കാലമുണ്ടല്ലോ. അമ്പലത്തിൻ്റെ മുമ്പിൽ അതും അവിടെ ഈ ഗോവധം നിരോധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ 5 കിലോമീറ്റർ ചുറ്റളവിൽ, ഒരു ദേവാലയത്തിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മൃഗങ്ങളെ അറുക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. അങ്ങനെ നാടാ. എന്നിട്ട് ഒരു ദേവാലയത്തിൻ്റെ മുമ്പിൽ അറുത്ത പശുവിൻ്റെ തല കൊണ്ടിടുക, കലാപം ഉണ്ടാക്കാൻ. അതും ബക്രീദിൻ്റെ പിറ്റേന്ന്, ബലി പെരുന്നാളിൻ്റെ പിറ്റേന്ന്. ഒന്ന് പോയി മുഖ്യമന്ത്രി ഉൾപ്പെടെ പോയി അവസാനിപ്പിച്ചു. 2-ാം ദിവസവും ഇതേ സമയം സുബൈ പ്രാർത്ഥനയ്ക്ക് ശേഷം അത് തന്നെ ചെയ്തു. എന്ത് ചെയ്തു എന്ന് പറയാം? ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ഇട്ടു മുഖ്യമന്ത്രി. ചെയ്യണ്ടേ സാറേ? ഞാൻ പറയുന്നത് ഇത് നാട് കത്തിക്കാനുള്ള ശ്രമമല്ലേ? അതിനുവേണ്ടി മതം എന്തിനുള്ളതാണ്? മനുഷ്യനെ ജീവിപ്പിക്കാനുള്ളതാണ്, മനുഷ്യന് സമാധാനത്തിനുള്ളതാണ്. ഹോസ്ദുർഗിൽ ഈ ഇടപാട് സ്വീകരിച്ചത് ആരായാലും അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഹോസ്ദുർഗിൽ ഈ ഇടപാട് എടുത്തതിൻ്റെ പിന്നിലെ 2 കാര്യങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ആ കാർഡ് ധരിച്ച കുട്ടികളുടെ ഇടയിലേക്ക് ഒരു വർഗീയ വിഷം കുത്തിവെച്ചു. രണ്ടാമത്തത്, അതാണ് ഏറ്റവും പ്രധാനം, ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഞാൻ മനസ്സിലാക്കിയത് മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടനയാണ്. അവർ മതേതരത്വം പറയുന്ന പാർട്ടിയാണ്. മുസ്ലിം ലീഗ് ഇറങ്ങിയിരിക്കുന്നു. ഇതാ പോപ്പുലർ ഫ്രണ്ടും SDPIയും ഒക്കെ പറഞ്ഞിരുന്ന അതേ ആശയങ്ങളുമായി ലീഗ് ഇറങ്ങുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. അത് എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ പതുക്കെ ഈ വലിയ തോതിലുള്ള അപരത്വവും വിഭാഗീയതയും ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു പ്രവണത ഉണ്ടല്ലോ. അതാരുണ്ടാക്കിയാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് ഇടക്കാലത്ത് CPMഉം പിണറായിയും പറഞ്ഞൊരു ആരോപണം ഉണ്ടല്ലോ. മുസ്ലിം ലീഗ് വന്ന് അതിൻ്റെ നയപരിപാടികളിൽ വലിയ തോതിൽ കമ്മ്യൂണലായിത്തീരുന്നുണ്ട്. അവരുടെ സെക്കുലർ പാരമ്പര്യമൊക്കെ ഇപ്പോൾ അവരുടെ ദൈനംദിന കർമ്മങ്ങളിൽ ആലോചനകളിൽ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള ആലോചന ഉണ്ടല്ലോ. കൃത്യമായിട്ടും അതിൻ്റെ ഉദാഹരണമാണ്. പോളറൈസ് ചെയ്ത് വരുമ്പോൾ സമൂഹം പോളറൈസ് ചെയ്യാണ്. എല്ലാവരുടെയും മനസ്സിൽ അപരത്വമുണ്ട്.
ഞാൻ സുനിലിനെ കാണുമ്പോൾ ഹിന്ദുവാണ്, സൂക്ഷിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രവണത സമൂഹത്തിലുണ്ടായിരുന്നു. അതൊരു സോഷ്യൽ ഹിസ്റ്റീരിയാണ്, സാമൂഹ്യമായ മനോരോഗമാണ്. ആ രോഗത്തെ സമൂഹത്തെ ആകെ ബാധിക്കുമ്പോൾ അത് ലീഗും അതിൻ്റെ കൂടെ നിന്നിട്ട് 4 വോട്ട് കിട്ടുമോ എന്ന് നോക്കുന്നതാണെങ്കിൽ ആ ലീഗിനെ സാമൂഹ്യമായി കൈകാര്യം ചെയ്യേണ്ടതാണ്, ബഹിഷ്കരിക്കേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്. ലീഗ് ചെയ്യുമ്പോൾ കൂടുതൽ മാരകമാണ്. ലീഗ് ഒരു ഘട്ടത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കേരളത്തിൻ്റെ ഖജനാവിൻ്റെ 60% വരുന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്കാളിത്തമുള്ളൊരു പാർട്ടി കൂടിയാണ് ലീഗ്. ഇതിനാദ്യം മറുപടി പറയേണ്ടത് ലീഗാണ്. കേരളത്തിലെ ലീഗ് നേതൃത്വം മറുപടി പറയണം. പക്ഷേ ഇത് ആരും അറിഞ്ഞിട്ടില്ല, വാർത്ത ഒരിടത്തും വന്നിട്ടില്ല, ഒരു പത്രവും കൊടുത്തിട്ടില്ല, ഒരു ചാനലിലും വാർത്ത. നമ്മുടെ മാധ്യമ പുങ്കവന്മാരുടെ കളിയാണ്. എന്ത് വാർത്ത, ഏത് വാർത്ത, വാർത്തയിൽ ഇവർ പക്ഷം ചേർന്ന് കഴിഞ്ഞാൽ. ഇത് ഞാൻ പോലും അറിയുന്നത് കാസ എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, അവരൊരു പ്രതിഷേധക്കുറിപ്പ് ഇറക്കിയപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ആരിറക്കിയാൽ ഞാൻ പറയുന്നത് കാസ, എങ്ങനെയാണ് കാസ പോലുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നത്, ആരാണ് അതിൻ്റെ കാരണക്കാർ? യഥാർത്ഥത്തിൽ അതല്ലേ, ഇത്തരം പ്രവണതകളല്ലേ നുള്ളിക്കളയേണ്ടത്, അതല്ലേ ഇല്ലാതാവേണ്ടത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി മുസ്ലിം ലീഗ് നേതൃത്വം മുന്നിട്ടിറങ്ങണം. കാസർഗോഡ് ജില്ലയിൽ ലീഗ് നന്നായിട്ടുള്ളതാണ്. UDFൻ്റെ ഘടകകക്ഷിയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടുത്തെ MP ആണ്. ഇവരൊക്കെ മുൻകൈയെടുത്ത് വലിയ ഉത്തരവാദിത്തം. അല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത് പാലിക്കുന്ന ആളാണ്, അതുകൊണ്ടാണല്ലോ അവിടെ ചെന്നപ്പോൾ ചന്ദനക്കുറി മായ്ച്ചു കളഞ്ഞത്. അത് അതിൻ്റെ രാഷ്ട്രീയം എന്തൊക്കെ ആവട്ടെ, എന്തൊക്കെ പറഞ്ഞാലും ഇത് സാമൂഹ്യമാണ് പ്രശ്നം, ഇത് രാഷ്ട്രീയമല്ല. ആർക്ക് വോട്ട് കിട്ടട്ടെ, ആര് ജയിക്കട്ടെ, ആര് ഭരിക്കട്ടെ. സാറ് പറഞ്ഞ 2 അപകടം വലിയ മാരകമാണ്. ഈ ഐഡന്റിറ്റി കാർഡും തൂക്കിയിട്ട് തുള്ളിച്ചാടി വീട്ടിലേക്ക് വരുന്ന ഒരു കുഞ്ഞിനോട് എടി ഇത് നമ്മുടെ അല്ല കേട്ടോ, ഇത് മറ്റേ ജാതിക്കാരൻ്റെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ആദ്യത്തെ അപകടം. ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വർഗീയത കുത്തി. രണ്ടാമത് ലീഗിൻ്റെ മതേതര പാർട്ടി എന്ന് പറയുന്നത് ലീഗിൻ്റെ ലീഗ് വർഗീയ കക്ഷിയായിട്ട് പെരുമാറുക, വർഗീയ സ്വഭാവത്തോടുകൂടി പെരുമാറുക, അത് രാജ്യത്തിനും സംസ്ഥാനത്തിനും വലിയ ദോഷം ഉണ്ടാക്കും. അത് വലിയ അപകടമാണ്. 2. മൂന്നാമത്തെ ഒരു അപകടം കൂടിയുണ്ട്. ഇത് വാശിയോടെ ഇതൊരു മത്സരമായി ഒരു മത്സരം പോലെ എല്ലാ ജാതിക്കാരും ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയാലോ? അതെ, ആലോചിച്ച് നോക്കൂ. ഇവിടെ SNDP യോഗം, ഇപ്പോൾ SN കോളേജുകൾ എത്ര എണ്ണമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ? മലപ്പുറം ജില്ലയിൽ ആദ്യം വന്ന കോളേജുകളിലൊന്ന് NSSൻ്റെ കോളേജാണ്. സാറേ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ന്യൂനപക്ഷത്തിന് വിദ്യാഭ്യാസം വേണ്ടെങ്കിൽ എന്തിനാണ് മന്നത്ത് പത്മനാഭൻ അവിടെ കൊണ്ടുവന്ന് കോളേജ് തുടങ്ങുന്നത്? അക്ഷരം പഠിക്കാൻ സൗകര്യങ്ങളില്ലാത്തടത്ത് അത് ഉണ്ടാക്കി കൊടുക്കുക, അതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്ത നാട്ടിൽ ഇപ്പോൾ അവിടെ മന്നത്ത് പത്മനാഭൻ്റെ ഒരു ചിത്രം കണ്ടു. അത് കാണുമ്പോൾ എന്തിന് അവൻ നന്ദിയോടെ ഓർക്കുകയല്ല വേണ്ടത്, ദൈവമേ എനിക്ക് ആ വലിയ മനുഷ്യൻ അങ്ങനെ തോന്നിയല്ലേ ഇവിടെ ഒരു കോളേജ് തുടങ്ങാൻ, അതുകൊണ്ട് ഞാൻ അക്ഷരം പഠിച്ചല്ലോ എന്നുള്ള നന്ദിയല്ലേ. എനിക്ക് തോന്നുന്നു യഥാർത്ഥ മുസൽമാൻ്റെ മനസ്സിൽ അതാണ് വരിക. കാരണം അവൻ്റെ വേദം പഠിപ്പിക്കുന്ന അതാണ്, അവൻ്റെ യഥാർത്ഥ വിശ്വാസം അതാണ്. പക്ഷേ അവൻ്റെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്ന പുതിയ പ്രസ്ഥാനങ്ങളും പുതിയ പ്രവണതകളും ഉണ്ടെങ്കിൽ അവനെയൊക്കെ ഷൂട്ട് അറ്റ് സൈറ്റ് കൊടുക്കേണ്ടതാണ്. അതിന് ആർജവമുള്ള ഗവൺമെൻറ് ഉണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും ലീഗിൻ്റെ ഈ നിലപാട് ഞെട്ടിച്ചു. തീർച്ചയായിട്ടും യൂത്ത് ലീഗാണ് എന്ന് കാസ പറയുന്നു. അല്ല, അത് കാസ പറയാൻ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിൽ നമ്മളല്ല നിഷേധിക്കണം, ലീഗ് നിഷേധിക്കണം. അല്ല, കാസയുള്ള സംഘടനകൾ മുസ്ലിം വിരുദ്ധമായ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ആണല്ലോ ശ്രമിക്കുന്നത്. ആരാണ് ഉത്തരവാദി? അവർക്ക് ഇത്തരം വഴിമരുന്നിട്ട് കൊടുക്കുന്ന ആരാണ്? പരിശോധിക്കേണ്ടതാണ്. കാസയുടെ മുഴുവൻ നീക്കങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. കാസ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു മുസ്ലിം വിരുദ്ധമായ ക്രിസ്ത്യാനിറ്റിയാണ്. പക്ഷേ ആ ക്രിസ്ത്യാനിറ്റി കേരളത്തിലെ, ഇപ്പം ഞാൻ NSSനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അക്ഷരം പഠിപ്പിച്ച കമ്മ്യൂണിറ്റിയാണ്. കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആതുര സേവനം പഠിപ്പിച്ച കമ്മ്യൂണിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റി ആദരവോടുകൂടി കാണുമ്പോൾ കാസ എന്തുകൊണ്ട് ഇപ്പോൾ സമീപകാലത്ത് ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായി, മാറി ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റി ബാധ്യസ്ഥ. അതാ ഞാൻ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.